ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാനാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് കീറി നമുക്കെടുക്കാം. ഞാനിവിടെ എല്ലാം തൊലി കളഞ്ഞ് നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ബാറ്റർ തയ്യാറാക്കി വെച്ചതാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് 1 കപ്പ് മൈദ, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്, അതിനാവശ്യമായിട്ട് ഉപ്പ്, പിന്നെ ജീരകം 1 പിഞ്ച്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ദോശമാവ്. 1 ടേബിൾ സ്പൂൺ ദോശമാവും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കലക്കി ഇങ്ങനെ ഒരു ബാറ്റർ, അതായത് ഇഡ്ഡലി മാവിന് പരുവത്തിൽ ഉള്ള ഒരു ബാറ്റർ തയ്യാറാക്കി നമ്മൾ ഒരു 3 മണിക്കൂർ നമ്മൾ പുളിക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കും. അത് പുളിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. അത് ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നമുക്ക് ഇനിയിപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിത് ചൂടാവട്ടെ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഓരോ പഴം കീറിയിട്ടതെടുത്ത് മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഈ സമയം തീ കുറച്ച് വെക്കുക. ഓയിൽ ഭയങ്കരമായിട്ട് ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ദോശമാവും കുറച്ച് 1 പിഞ്ച് സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നത് ഈ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വരുന്ന കണ്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചിയാണ്. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു ടീയും കൂടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.